അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് ധാരണയായി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നുമൊക്കെ അമേരിക്ക പ്രതികരണമായി അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ വരുന്നത്. അരുൺ തുടരുന്നുണ്ട്. പി ജി അരുൺ, വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ്? ആശ്വാസകരമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതിന്റെ സൂചനയാണോ? അസീർ, തീർച്ചയായും നല്ല ആവേശകരമായ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സ് പോസ്റ്റിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഐ ആം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എഗ്രീഡ് ടു ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ. Congratulations to both countries on using common sense and great intelligence. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സാമൂഹിക മാധ്യമമായ എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്ക നടത്തിയ ദീർഘമായ മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു മധ്യസ്ഥതയിൽ ഏർപ്പെട്ടു. ഐ ആം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എഗ്രീഡ് ടു ഫുൾ സീസ് ഫയർ. സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ശരി പി ജെ അരുൺ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണമാണ്, ഒരു എക്സ്പോസ്റ്റ് ആണ് ഈ വിഷയത്തിൽ വരുന്നത്. അതിനപ്പുറം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ടോ പി ജെ അരുൺ? അസീർ, ഇതിൽ ഏറ്റവും പ്രധാനപരമായ ഒരു കാര്യവും അതുതന്നെയാണ്. ഇതിൽ ഏറ്റവും മധ്യസ്ഥത വഹിച്ചിരിക്കുന്നത് അമേരിക്കയായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. കാരണം അസീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗികപരമായിട്ടുള്ള, കാരണം ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയോ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് 6 മണിയോടുകൂടി വാർത്താ സമ്മേളനം ഉണ്ടാവും. ഇനിയിപ്പോൾ 6 മണിക്ക് നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രതികരണം വന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് നേരത്തെ ആവാനും സാധ്യതയുണ്ട്. അതിലൊരു കൃത്യമായ ഒരു ധാരണ വെച്ച് പുലർത്തി പോവേണ്ടതുണ്ട്. അതിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കുക കൂടി വേണം. അതുകൊണ്ട് തന്നെ ആ PIBയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നമ്മുടെ ഒരു കണ്ണെത്തേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എക്സ് പോസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഔദ്യോഗികമായ വിശദീകരണങ്ങളിലേക്ക് പോവേണ്ടതായി വരും. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗികമായ എക്സ് പോസ്റ്റിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായ ഈ ഒരു വാർത്ത നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘമായി സംഭാഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ കരാറിന് ഇരു രാജ്യങ്ങളും തയ്യാറായി. അതിൽ 2 രാജ്യങ്ങളെ അഭിനന്ദിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് യുദ്ധത്തിലേക്ക് പോകാതെ ഇരുന്ന രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കും പാകിസ്ഥാനും അഭിനന്ദനം ഇരു രാജ്യങ്ങളും അറിയിക്കുന്നു. ആ അഭിനന്ദനം ഞാൻ കൈമാറുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റാണ് ഇപ്പോൾ എക്സിലൂടെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണം പ്രധാനമന്ത്രി പോലെയുള്ള ഉന്നത ചുമതല കൈകാളുന്നവർ വരേണ്ടതുണ്ട്. എന്തായാലും 6 മണിയോടുകൂടി സംയുക്ത വാർത്താ സമ്മേളനത്തിലേക്ക് പോകുമോ എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട്. നേരത്തെ വിക്രം മിശ്രി മാത്രമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ വ്യോമിക സിംഗിനോടൊപ്പം പിന്നെ ഖുറേഷിയോടൊപ്പവും അണിനിരക്കുക എന്നുള്ളതായിരിക്കും. 3 പേർ ചേർന്നായിരിക്കും വാർത്താ സമ്മേളനം നടത്തുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു ഔദ്യോഗികമായ വിശദീകരണം ആണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്.